അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ മരണനേരത്ത് തൻ്റെ മകൻ അബ്ദുല്ലാഹിബിൻ അംർ ഇബ്നുൽ ആസ് ഉപ്പയായ അംർ ഇബ്നുൽ ആസിയോട് ചോദിച്ചു, ഉപ്പ, നിങ്ങൾ പല രോഗികളെ കുറിച്ചും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ പല രോഗികളെ കുറിച്ചും നിങ്ങൾ പറഞ്ഞിരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ബുദ്ധി നശിക്കാത്ത, സംസാരശേഷി നശിക്കാത്ത, മരണം നേരിൽ കാണുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ബുദ്ധി നശിക്കാത്ത, സംസാരശേഷി നശിക്കാത്ത, മരണത്തിന് മുഖാമുഖം കാണുന്ന ഒരു മനുഷ്യനിൽ അവൻ അനുഭവിക്കുന്ന മരണവേദനയെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരാത്തതിൽ ഞാൻ അത്ഭുതം കൊള്ളുന്നു എന്ന് നിങ്ങൾ പല രോഗികളരികിൽ നിന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഉപ്പ. ഇന്ന് ആ അവസ്ഥയിൽ നിങ്ങളെ ഞാൻ കാണുന്നു ഉപ്പ. മരിക്കാൻ കിടക്കുന്ന ഉപ്പാന്റെ മുന്നിൽ നിന്ന് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു തന്റെ പിതാവായ അംർ ഇബ്നുൽ ആസിയോട് പറയാണ്, നിങ്ങളെ സംസാരശേഷി ഇല്ലാതെ പോയിട്ടില്ല, നിങ്ങൾക്കുള്ള ബുദ്ധിയും പോയിട്ടില്ല. എങ്കിൽ നിങ്ങൾ അന്ന് രോഗികളോട് പറഞ്ഞിരുന്നത് പോലൊരവസ്ഥ ഞാൻ നിങ്ങളിൽ നിന്ന് കാണുന്നു എന്ന് തലഭാഗത്തിരുന്ന് ഉപ്പ ഇപ്പ അനുഭവിക്കുന്നത് എന്താണെന്നൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരന്മാര്, സഹോദരിമാര്, ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മോനെ, ഞാനിപ്പോ മരണത്തിന് മുഖാമുഖം കാണുന്നുണ്ട്. പക്ഷേ അത് പറഞ്ഞു തരാൻ പറ്റുന്നതിൽ നിന്നും അപ്പുറത്താണ് മോനെ. യാ ബുനയ്യ, അൽ മൗതു അഅ്ലമു മിൻ അൻ യൂസഫ. അത് പറഞ്ഞു തീർക്കാൻ പറ്റാത്തതിലും അപ്പുറമാണ് മോനെ. പക്ഷേ വലാകിൻ സഅസിഫു ലക മിൻഹു ശൈആ, അല്പം ഞാൻ അങ്ങേക്ക് നിനക്ക് വിവരിച്ചു തരാമെന്ന് സ്വന്തം മകനോട് അംർ ഇബ്നുൽ ആസ് തങ്ങൾ പറയുന്നു. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, വല്ലാഹി കഅന്ന അലാ കതിഫയ ജബലുൻ റളബി. മോനെ, ഞാനിപ്പോ തോന്നുന്നത്, എനിക്കിപ്പോ തോന്നുന്നത് എന്റെ രണ്ട് കൈച്ചട്ടന്മേൽ, എന്റെ രണ്ട് കൈപ്പലയിലായിട്ട് മദീനയിലുള്ള ഒരു പർവ്വതത്തിന്റെ പേര് പറയുന്നു, റളബി പർവ്വതം. ആ പർവ്വതം ഇപ്പോൾ എന്റെ ചുമലിൽ വന്ന് പതിഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് മോനെ. വകഅന്ന റൂഹി തഖ്റുജു മിൻ തഖബി ഇബ്റാ. ഒരു സൂചിയുടെ ദ്വാരത്തിലൂടെയാണോ എന്റെ റൂഹ് പുറപ്പെടുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു മോനെ. ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് തങ്ങൾ അവിടുന്ന് പറയുന്നു, എന്റെ സഹോദരിമാരെ ചിന്തിക്ക്. എന്നിട്ട് മഹാനവറുകൾ വീണ്ടും പറയുന്നു, വകഅന്ന സ്സമാഅ ഉത്ബിഖത് അലൽ അർളി. ആകാശം ഭൂമിയിലേക്ക് കൂട്ടപ്പെട്ടതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. വഅന ബൈനഹുമാ, ഞാൻ അത് രണ്ടിന്റെയും ഇടയിലായി ഞെരിഞ്ഞമരുന്നത് പോലെ എനിക്ക് തോന്നുന്നു മോനെ എന്ന് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, റസൂലിന്റെ സ്വഹാബി വര്യനല്ലേ, അദ്ദേഹത്തിന് അനുഭവപ്പെട്ട കഥയെന്നോണം തന്റെ മകനിക്ക് പറഞ്ഞു കൊടുക്കുന്നു.